CPI കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചാരണ ജാഥ നടത്തി. സെപ്റ്റംബർ 1-ന് CPI നടത്തുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് പ്രചരണ ജാഥ നടത്തിയത്. CPI കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെപ്റ്റംബർ 1-ന് റാംലീല മൈതാനത്ത് നടത്തുന്ന ഡൽഹി മാർച്ചിന്റെ ഭാഗമായി കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. വിലക്കയറ്റം അവസാനിപ്പിക്കുക, യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കുക, സാർവത്രിക പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും നടപ്പാക്കുക, വനിതാ സംവരണം ഉടനടി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും CPI ഉന്നയിച്ചു. കാൽനട പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി R. രവി നിർവഹിച്ചു. പാർട്ടി പ്രവർത്തകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അതിശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഭരണം കൈയാളുന്ന BJPയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിലാകമാനം നടന്നു വരികയാണ്. എന്നാൽ ആ സമരത്തോടെല്ലാം വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 സമരത്തിന് മുമ്പിലാണ് BJP സർക്കാർ മുട്ടുമടക്കിയത്. ഒന്ന്, 1 വർഷത്തോളം നീണ്ടു നിന്ന കർഷക തൊഴിലാളികളുടെ സമരത്തിന് മുമ്പിലും, മറ്റൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ഉത്തരകേരള സ്റ്റോറേജിലും അതിന്റെ അഴിമതിയിലുമായി പ്രോക്രോച്ച് പാർട്ടി സംഘടിപ്പിച്ച യുവാക്കളുടെയും യുവതികളുടെയും ആ ജാഥയുടെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥയാണ് കേന്ദ്ര സർക്കാരിന് വന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് മനു ക്യാപ്റ്റനായ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സുനിമോളായിരുന്നു. രാജുവായിരുന്നു ജാഥ ഡയറക്ടർ. ജാഥയുടെ സമാപന സമ്മേളനം മീൻചന്തയിൽ CPI കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.